വാട്ട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു ലൈവ് സ്വാഗതം. ആൻഡ് ഇന്ന് വ്യാഴാഴ്ചയാണ്. ആൻഡ് പുതിയ എപ്പിക് ബൂസ്റ്റർ എപ്പിക് കാർഡ് വന്നിട്ടുണ്ട്. നാഷണൽ അറ്റാക്കേഴ്സ് ആണ്. ഓക്കെ, അതാരൊക്കെ? കോളർ, ബെറ്റിസ്റ്റൂട്ട, സീക്കോ. ഓക്കെ, അപ്പോൾ സീക്കോ, ബെറ്റിസ്റ്റൂട്ട, കോളർ ഇത് പണ്ടത്തെ പാക്കാണ് കേട്ടോ, പണ്ട് വന്ന പാക്കാണ്. പിന്നെ പുതിയ പ്ലെയർ ഓഫ് ദി വീക്ക് ആണിത്. ഓക്കെ, കാർഡ് ഡിസൈൻ മാറിയിട്ടുണ്ട്. ഓക്കെ, POTW. ഓക്കെ, വലിയ വ്യത്യാസമില്ല, പക്ഷെ എന്നാലും വ്യത്യാസമുണ്ട്. നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, അത് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഡെയിലി ഗെയിമിൽ പോകണം. ഡെയിലി ഗെയിമിൽ എന്ത് തേങ്ങയാണോ ഉള്ളത്. ഓക്കെ, ഓക്കെ, നൈസ് പിക്ക് കൺവേർട്ടഡ്. സോ നമുക്കിനി എന്തൊരു ഓക്കെ, ഈ ഫുട്ബോൾ കോയിൻ പ്രൈസ് ചേഞ്ച് അന്തരീറ്റി നിർത്തിയ. ദിസ് നോട്ടീസ് ഈസ് ഫോർ യൂസേഴ്സ് ഹു യൂസ് Google Play Store in following countries, region, currencies. Myanmar. Due to exchange rate fluctuations and other factors, the price of a football coin will be changed in 22/8/2024. Please note that the price of the football coin can change again in the future. Okay, yeah, we hope you will play football. ഇതൊരു തൊലിഞ്ഞ മാനേജ്മെൻറ്റോടെ. നമുക്ക് നേരെ കോൺട്രാക്റ്റിൽ തന്നെ പോവാം. ഓക്കെ, നമ്മൾ 777 ഉണ്ട് അവിടെ. 777. പിന്നെ J League മന്ത്ലി MVP ഇതൊക്കെ ആരെങ്കിലും വാങ്ങൂടെ? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമെന്ന്. ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യട്ടെ, കൊള്ളാമോ എന്ന്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ മാൽദീനിയുടെ പാക്ക് ഒന്നും എടുത്ത് നോക്കിയില്ല, കൊള്ളാൻ തോന്നുന്നു. ഓക്കെ, മാൽദീനി എന്താ പറയുക, LMF കളിക്കും, ലെഫ്റ്റ് ബാക്ക് കളിക്കും, CMF CB കളിക്കും, ഡിഫൻഡർ കളിക്കും, എല്ലാം. ഓക്കെ, എല്ലാം ആ ഒരു ലെഫ്റ്റ് സൈഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളിക്കും. പീറ്റർ ചെക്ക്. ഓക്കെ, എനിക്ക് പീറ്റർ ചെക്കിനെ വേണമെന്നുണ്ട്, പക്ഷേ ഞാൻ വാങ്ങൂല എന്തായാലും. പാക്ക് ഞാൻ എടുക്കണില്ല, കാരണം അബദ്ധത്തിൽ എനിക്ക് മറ്റേ മാൽദീനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റൂലടെ. പ്ലെയർ ഓഫ് വീക്ക്. ഓക്കെ 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 ബക്കുയോ സാക്ക. ഞാൻ സാലയായിരിക്കും ഏറ്റവും എന്തോന്നു ഇതൊന്നും റേറ്റിംഗ് കൂടിയ പ്ലെയർ ഒന്നുമില്ല. ബക്കുയോ സാക്കയാണ്. സാക്ക അൺവേവറിങ് ആണ്. ഡീസൻറ്റ് കാർഡാണ്. ഓക്കെ, 96 റേറ്റഡ് ഡിസർവ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സല ഹോൾ പ്ലെയർ ആണ് കേട്ടോ. ഓക്കെ, RMFന് എന്തുണ്ട് ഇത്രയും ഒഫൻസീവ് അവയർനെസ് ഒക്കെ? I don't know man. അൺവേവറിങ് ആണ് ഓഫ് കോഴ്സ്. ആൻഡ് 3 പ്ലേയേഴ്സിന് സെർക്സി കോവാച്ചിച്ച്, പിന്നെ ഫുജിമോട്ടോ. ഇവർക്ക് 3 പേർക്കാണ് ബൂസ്റ്റഡ് വന്നിട്ടുള്ളത്. ബാക്കിയൊന്നും വലിയ ഇതില്ല. ഓക്കെ, നമുക്ക് ലെവൻഡോസ്കി നോക്കാം. കോൾ പോച്ചറാണ്. ഓക്കെ, വാലൻസിക്കെതിരെ ഒരു ബ്രേസ് അടിച്ചതിലാണ് എന്തോന്ന്. തോമ എനിക്ക് ഫേവറേറ്റ്, വൺ ഓഫ് എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ആണ്. ഓക്കെ, ആൻഡിയേറ്ററെ കോവാച്ചിച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബോക്സ് ടു ബോക്സ് ആണ്. പിന്നെ ബോൾ ക്യാരിങ് ആണ് കേട്ടോ. ബോൾ ക്യാരിങ് എന്ന് പറയുമ്പം ബാലൻസ്, ഡ്രിബിളിങ്, ടൈറ്റ് പോസ്റ്റ്. അടുത്ത് ഫുജിമോട്ടോ ഹോൾ പ്ലെയർ ആണ്. ഓക്കെ, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പോടെ എടുത്തോണ്ട് ഇൻകൺസിസ്റ്റൻ്റ്. സെർക്സി. ഓക്കെ, ഡീപ് പ്ലേയിങ് ഫോർവേഡ് ആണ് കേട്ടോ, മൈ ഫേവറേറ്റ്. ഓക്കെ, ടീമിൻ്റെ എടുത്തിട്ടാണെങ്കിൽ 96 ആവും. ഓക്കെ, കുറച്ച് ഡീസൻ്റ് ആണെന്ന് തോന്നുന്നു കാർഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് റിഫോം മാൻ. അടുത്ത് ലാസ്റ്റ് ഫൈനലായിട്ട് പറഞ്ഞ സീക്കോ എനിക്ക് എന്താ പറയുക, ആവശ്യമുള്ളൊരു കളിക്കാരനായിരുന്നു. ഓക്കെ, പണ്ട് ഞാൻ ഇഷ്ടംപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ ഇഞ്ചുറി റെസിസ്റ്റൻസ് ലോ ആണ് കേട്ടോ. പണ്ട് ഞാൻ എന്താ പറയുക, പണ്ടെന്ന് പറഞ്ഞാൽ 1 വർഷം മുമ്പ് എനിക്ക് നമ്മളെ ബിഗ് ടൈം ബൂസ്റ്റർ പിക്ക് മെസ്സി കിട്ടുന്നതിന് മുമ്പേ ഈ പാക്ക് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ 2000 കോയിന് ഞാൻ ഇവന് വേണ്ടി സീക്കോ എടുക്കാൻ വേണ്ടി ഞാൻ പൊട്ടിച്ച് അന്ന് മണ്ടത്തരം വരുന്ന കാണിച്ച്. കോളർ. ഓക്കെ, കോളറിൻ്റെ ബൂസ്റ്റർ പിക്ക് ഇപ്പോഴാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അത് മുമ്പ് എന്തോ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല ഈ കാർഡ്. അത് പുതിയ കാർഡാണ്, എനിക്ക് അറിഞ്ഞൂടാ. സീക്കോയുടെ കാർഡും ബെറ്റിസ്റ്റൂട്ടയുടെ കാർഡും നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് കോളറിൻ്റെ കാർഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരും ഉപയോഗിക്കണേ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ആൾക്കാർ ഉപയോഗിക്കും, കാരണം ക്രോസ് ഫാമിങ്ങിനൊക്കെ ഇങ്ങനൊരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു പണ്ട് എപ്പോഴോ ഇങ്ങനൊരു തരംഗമായിട്ടുണ്ടായിരുന്നു. ഹെഡിങ് കണ്ടില്ലേ, 92. ഇവിടെ ജമ്പിങ് കുറവാണ് കേട്ടോ. ജമ്പിങ് കുറവാണെങ്കിലും കുഴപ്പമില്ല, 200 സെൻറ്റിമീറ്റർ പൊക്കമുണ്ട്. എന്താ പറയുക, 6 അടി 8 ഇഞ്ച് 7 ഇഞ്ച് എന്തോ പൊക്കം ഉണ്ടെന്ന് തോന്നുന്നു. ഫിസിക്കൽ കോൺടാക്ട് എല്ലാത്തിനും തള്ളി മാറ്റും. കിക്ക് പവറും ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. ഇവൻ്റ് വരുമ്പോഴത്തേക്കും വേറെ വ്യത്യാസമൊന്നുമില്ലടെ, പഴയ വല്ലവി തന്നെ. സെയിം ഷിറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അമ്മ റീസൈക്കിൾ ഇതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അൺലിമിറ്റഡ് 777 നോ മാൻ. ഇവൻ്റെ ഒന്നും ഒരു സുഖമില്ലടേ പണ്ടത്തെ പോലെ. അത്ര തന്നെ.